പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം സൂര്യ ടിവിയിൽ മൈ ജി ഫ്യൂച്ചർ അടിച്ചു കേറിവ, co-branded by KSFE ഹാമണി ചിടികൾ. സ്പെഷ്യൽ പാർട്ണർ ISST. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISST യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി സോസേഴ്സ്. ഈ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു ഈ അമ്മായും മോളും പെയ്തൊഴിയാതെ സീരിയലിലൂടെ ഒരു KK രാജീവ് പരമ്പര. കഴിഞ്ഞ എപ്പിസോഡിൽ ഫുൾ ചിരിയും നിന്റേതായിരുന്നു, പക്ഷേ ലാസ്റ്റ് ആയപ്പോ ആര് ചിരിച്ചു? അതങ്ങനെയല്ലേ വരൂ. അങ്ങനെ ഇന്ന് വീണ്ടും പെയ്തൊഴിയാതെ ടീമിലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമച്ചേച്ചിയും നമ്മുടെ കൃഷ്ണേന്ദു നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ ജയിച്ചു നിൽക്കുന്ന രാഹുലും കഷ്ടപ്പെട്ട് മത്സരിച്ച് തിളച്ചു നിൽക്കുന്ന എന്റെ ആർദ്രയും. അളിയ, ഇന്നലെ എന്തൊക്കെ നടന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുത്തേ. ശരിയാ, പോയി കണ്ടിട്ട് വാ. എന്റെ ഫയൽ 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ സ്വന്തം ആർദ്ര. ഈ കള്ളന്റെ ചതിയന്റെ കൊള്ളക്കാരന്റെ ടീമിനെ തോപ്പിച്ച 30,000 രൂപ നേടിയിരിക്കുകയാണ്. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ, ഇപ്പൊ ഓർത്തെടുത്തല്ലോ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് മത്സരിച്ചത് എന്റെ ആർദ്രയാണെന്ന്. എന്നിട്ട് പക്ഷെ സാരമല്ല, ഭാഗ്യം തുണച്ചത് രാഹുലിനെയാണെന്നേ ഉള്ളൂ. ഈ ഞായറാഴ്ച നമുക്കുള്ളതാണ്ടാ. ആദ്യം ഞങ്ങൾക്ക് ഈ 4ാമത്തെ റൗണ്ടിൽ തിരിച്ചു തരാനുള്ള മറ്റേ ഗിഫ്റ്റ് ഒക്കെ പോയി എടുത്തിട്ട് വാ. പോ എടുത്തിട്ട് വരൂ. ഹേമ, യു ഡോണ്ട് ലൈക്ക് ദിസ് കൃഷ്ണേന്ദു? ഇഷ്ടമല്ല? കാര്യം ഉണ്ടാവില്ലേ? കൃഷ്ണേന്ദുവിന് ഉമയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ ഹേമയ്ക്ക് ചാരുവിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഉണ്ടാവാമല്ലോ അല്ലേ? അപ്പൊ അത് ന്യായമാണോ ന്യായമല്ലേന്ന് ആര് തീരുമാനിക്കണം? പ്രേക്ഷകർ തീരുമാനിക്കണം. അപ്പൊ അത് കണ്ടു തന്നെ അറിയണം. പെട്ടെന്ന് മനസ്സിലാവോ? ഇനിയിപ്പോ ഒരുപാട് നേരം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. KK രാജീവ് പരമ്പരയാണ്. നാളെ തുടങ്ങി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് പിണക്കത്തിനുള്ള ഒരു കാര്യമുണ്ട്. വൈകുന്നേരം 6:30-ക്കാണ് നമ്മുടെ പെയ്തൊഴിയാതെ സീരിയൽ വരുന്നത്. പ്രേക്ഷകരെ കാത്തിരിക്കുക. ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് നമുക്ക് നാളെ തുടങ്ങി മനസ്സിലാക്കാം. പെയ്തൊഴിയാതെ ടീമിന് നല്ലൊരു വിശ്വസ് നമ്മൾ നേർന്നുകൊണ്ട് നമ്മളിതാ നമ്മുടെ അടിച്ചു കയറി വാഴ മത്സരത്തിലേക്ക് കയറാൻ പോകണം. അടുത്തെന്ന് പറഞ്ഞാല് 4ാമത്തെ ലെവലിലെ നോക്കൌട്ട് റൗണ്ട് ആണ്. 50,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഈ ലെവലിൽ ലഭിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്ന മുഴുവനും അതിന്റെ കൂടെ 20,000 രൂപയുടെ ഒരു സ്മാർട്ട് TV കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നിന്റെ പഴയ ജോലി നീ മറന്നില്ലല്ലേ? അവിടെ പോയി ഇതിന്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന്. അതായത് ഇവിടെ ഒരു ലൈൻ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടം മത്സരം പോലത്തെ പരിപാടിയാണ്. ഈ കപ്പിനെ നിങ്ങൾ അപ്പുറത്തെത്തിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊതി അപ്പുറത്തെത്തിക്കണം. Ready? Your time starts now. ഊതിക്കോ. Very good, very good. എന്റെ പൊന്നോ, അടിപൊളി അടിപൊളി. അല്ല, ആ ലൈൻ കഴിഞ്ഞ് വീണ്ടും കുഴപ്പമില്ല. ഒരു മിനിറ്റ്. അതായത് ഒരു മിനിറ്റ് ഇല്ല. ഞങ്ങൾ ജയിച്ചേ. അപ്പൊ ലഭിച്ചിരിക്കുന്ന 50,000 രൂപയുടെ സമ്മാനങ്ങളുമായി അടുത്ത ലെവലിലേക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം ആർദ്ര. പക്ഷെ പോട്ടു മോനെ, അളേ എനിക്കുള്ള അതിശയം എന്തെന്നറിയോ? ആ സീരിയലല്ലേ, ആ സീരിയലിന്റെ അവസ്ഥയില്ലേ? KK രാജീവ് സാറിന്റെ ചെവിന്നൊക്കെ ചോര വന്നല്ലേ? ഇതിന്റെ രണ്ടിന്റെ അടി അത് നടക്കൂല മോനെ. അതായത് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചിട്ട് ഡയറക്ടറുടെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെജൻഡാണ് KK രാജീവ് സാർ. അപ്പൊ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോ നമ്മൾ പഠിക്കാനേ പറ്റുള്ളൂ. സാറിന്റെ അടുത്ത് കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. അതൊരു സ്കൂളാ, അതൊരു സ്കൂള്. അതുകൊണ്ട് അത് മൊത്തം ഇവിടെ നമ്മുടെ നെഞ്ചത്ത് കയറി നടന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അവിടെ പറ്റൂല, അത് സ്കൂള്. നമുക്ക് ബിസ്ക്കറ്റും പാലും അവിടെ ബിരിയാണി. അതുകൊണ്ട് ചേച്ചി നമ്മുടെ നെഞ്ചത്ത് കയറി. അളിയ, അടുത്ത നമ്മൾ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുലിന്. അടിപൊളിയായിട്ട് മത്സരിച്ചു മോനെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നന്നായിട്ടുണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്.
അങ്ങനെ 50,000 രൂപ വിലമതിക്കുന്ന ഈ കാർട്ട് നിറയുള്ള സമ്മാനങ്ങളുമായി ആർദ്ര ഡൽഹിയിലേക്ക് പോവാൻ നിൽക്കുകയാണോ? അതെ അതെ. അങ്ങ് മാനത്തോട്ട് ഇരുന്നാൽ എനിക്ക് തരാന്നല്ലേ പറഞ്ഞത് കുറച്ച്. അടുത്ത ആളെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. ആ, അടുത്ത ആളെ വേണ്ടേ? ഇറക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കെ രാജീവ് സാറിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പുള്ളിയെ കുറിച്ച് ചോദിക്കാതിരുന്ന ശരിയാവില്ല. സാറിന്റെ കൂടെയുള്ള ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? പറയൂ ചേച്ചി, പ്ലീസ് ഷെയർ ചെയ്യൂ. അത് ഞാൻ ശരിക്കും ഒറ്റ വാക്കി തന്നെ പറഞ്ഞു. അതൊരു യൂണിവേഴ്സിറ്റിയാ. ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആരും ആഗ്രഹിക്കും സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ. ഞാൻ ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് സാറിനോട് ഫസ്റ്റ് ടൈമാണ് കിട്ടിയത്. ഞാൻ ഈ കുട്ടികളോടൊക്കെ പറയും, നിങ്ങളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണ്. കാര്യം തുടക്കത്തിലെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. കാരണം സാറിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്താൽ പിന്നെ അഭിനയം അത്യാവശ്യം കുഴപ്പമില്ലാതെ എവിടെയും പോയി നമുക്ക് ചെയ്യാം. സൂപ്പർ, അടിപൊളി. നീ പറ എന്താണ് സീരിയലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പോലും കെ രാജീവ് എന്ന് പറയുമ്പോൾ അതൊരു കെ രാജീവിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡയറക്ടറുടെ പേരിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ വേറെ ഏതെങ്കിലും പ്രൊജക്ട് ഓൺ ആയിട്ടുണ്ടോ? ഇല്ല. ശരിയാണ്. കെ രാജീവ് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേറെ ബ്രാൻഡിങ്ങിന്റെ ആവശ്യമില്ല. കെ രാജീവ് സാറാണ് ഞങ്ങളുടെ ബ്രാൻഡിങ് എന്ന് പറയുന്ന പോലെ. നാളെ മുതൽ വൈകുന്നേരങ്ങളിൽ 6:30 കെ രാജീവ് സാറിന്റെ മാജിക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പോവാണ്. നമ്മളുടെ സ്വന്തം സൂര്യ ടിവിയിൽ നാളെ മുതൽ 6:30 പെയ്തൊഴിയാതെ. ശരി, അപ്പോ നമ്മുടെ മത്സരങ്ങൾ പെയ്തൊഴിയുന്നില്ല. അടുത്ത കണ്ടസ്റ്റന്റിനെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. Yes. രാഹുൽ പോയാൽ നമ്മൾ ഇറക്കും അടുത്ത ഭീമനെ. അപ്പൊ രാഹുലും ഭീമനും നന്നായിട്ട് ചേരും. ഭീമ നിന്റെ കൊച്ചിന്റെ പേരല്ലടാ. ഞാൻ വെറുതെ അപ്പൊ മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ചേച്ചിമാരെ, കമോൺ, വരൂ. ഈ 5 പേര് വന്നില്ലേ? ഈ 5 പേരിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും. നമുക്ക് ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ കൊടുക്കാം. നാക്കുളുക്കി എന്നൊക്കെ പറയത്തില്ലേ? വളരെ എളുപ്പമുള്ളൊരു നാക്കുളുക്കിയെ നമ്മൾ തരുന്നുള്ളൂ. എളുപ്പം പറഞ്ഞാൽ നമുക്ക് ആരാണ് ഏറ്റവും നന്നായിട്ട് ഫാസ്റ്റിൽ 3 തവണ പറയുന്നത് അവർക്ക് ജയിക്കാം. എന്റെ ടീമിലേക്ക് വരാം. ജയിക്കാൻ പോകുന്ന ഉമ്മച്ചേച്ചിയുടെ ടീമിലേക്ക് വരാം. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. സ്റ്റാർട്ട് ചെയ്തോ? പൊളിക്ക്. ഇന്ന് കുറെ ചന്തി ഇവിടെ ഒഴിയും. പറഞ്ഞോ. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. സ്റ്റാർട്ട് ചെയ്തോ? ഇത് ആര് തച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇത് ആര് തച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ചന്ത. ഇത് ആര് തച്ച സഞ്ചി? ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് കമാൺ. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്തയിൽ. പറഞ്ഞു. എളുപ്പം. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. അടുത്തത് ഇതാര് തച്ച ചന്തി? ഇതെന്റെ സ്വന്തം ചന്തി. ഇതാര് തച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച ഇവിടെ ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. കുഴപ്പമില്ല. അടുത്തത് ഇത് ആര് തച്ച സഞ്ചി? ചന്ദ്രൻ തച്ച സഞ്ചി. ചന്ദ്രൻ എവിടെ വെച്ച് തച്ചത് പറ. ഇതാര് തച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് എനിക്ക് തോന്നുന്നു ഉമ്മച്ചേച്ചി ഇദ്ദേഹം തന്നെയല്ലേ? ഇദ്ദേഹം തന്നെയാണ് ആ വിന്നർ. കാര്യം കൃത്യമായിട്ടും വളരെ നേരം റിസർവിൽ ഇരുന്ന നമ്മളുടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഇനി അവസരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലം സമ്മാനം. ഒപ്പം തന്നെ പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ് ഉണ്ട്. അത് ചേച്ചി ഇവിടെ കൊടുക്കാം. പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അവിടെ വേറെ ഉണ്ട് കൊടുക്കുക. ഇവിടെ വീണ്ടും 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലം സമ്മാനം. അടിപൊളി. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചിമാരെ. ഇരുന്നോളൂ പ്ലീസ്. അങ്ങനെ ആർദ്ര, ഇനി കളി പഴയതുപോലെ ഒന്നുമല്ല, കളികൾ മാറും. പേര് പറ. എന്റെ പേര് വീനസ് ചെറിയാൻ. വീനസ് ചെറിയാനോ? ഹലോ, ഞാൻ ജൂപ്പിറ്റർ. ഓക്കെ, താങ്ക് യു. നൈസ് ടു മീറ്റ് യു. ജൂപ്പിറ്ററും വീനസും പറ. ഞങ്ങള് ഭയങ്കര കോർഡിനേഷൻ ആണ്. യുറാനസ്, ഇത് ഞാൻ നെപ്റ്റ്യൂൺ, ഇത് പ്ലൂട്ടോ, ഇത് മെർക്കുറി. തീർന്നല്ല, ഇനി ബാക്കി പറ. ഓക്കെ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ലോയോള കോളേജിൽ MSW ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇടിക്കൂ. അപ്പോൾ നമ്മൾ അടുത്ത ലെവൽ മത്സരത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അടുത്ത ലെവൽ മത്സരത്തിൽ ഇതിന്റെ ഒപ്പം ലഭിക്കാൻ പോകുന്നത് 25,000 രൂപ വില മതിക്കുന്ന ഒരു AC. അപ്പൊ ടോട്ടൽ
സമ്മാനത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 75,000 രൂപയാകും. Yes. 75,000 in MyG Future. അടിച്ച് കേറി വാ. Meanwhile, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങളോട് പറയാനുള്ളത് ഓടിച്ചെന്ന് KSFE ഹാർമണി ചിട്ടുകളിൽ ചേരുക. ആദ്യം ചേരുന്ന 100 പേർക്ക് ലഭിക്കുന്നു ബമ്പർ സമ്മാനമായി ഒരു സിംഗപ്പൂർ യാത്ര. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിന്റെ സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ ബോള് ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് വെക്കുക, വെള്ളമുണ്ട്, ഊതുക, ഊതി ബൗളിലേക്ക് ഇടുക. സിമ്പിൾ പരിപാടിയാണ്. 60 സെക്കൻഡ്സ് ടൈം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങാനും ഊതി ഒരു ബോൾ പുറത്തു പോവുകയാണെങ്കിൽ അത് തിരിച്ചെടുത്ത് വെക്കാൻ പാടില്ല. അതുപോലെ ആദ്യം ആരാണ് 3 ബോളുകൾ ഇതിൽ എത്തിക്കുന്നത്, അല്ലെങ്കിൽ 60 സെക്കൻഡ്സിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ എത്തുന്നത്, ഒരാളിപ്പോ 3 ബോൾ എത്തിച്ചു കഴിഞ്ഞാൽ അവർ വിജയിക്കും. കിട്ടാൻ പോകുന്നത് 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ്. നിങ്ങളുടെ മത്സരം ഇവിടെ ആരംഭിക്കുന്നു. ടൈം സ്റ്റാർട്സ് നൗ. നേരത്തെ ഇതൊന്നും അല്ലായിരുന്നല്ലോ ആവേശം. വെരി ഗുഡ്. 2 അപ്പുറത്ത് 2. അയ്യോ പോയി, അത് എടുക്കാൻ പറ്റില്ല. അടുത്തെടുത്തോ, എടുത്തോ. വെള്ളത്തിൽ താഴോട്ട്. യെസ് യെസ് യെസ്. വൺ മോർ. വെരി ഗുഡ്. വൺ മോർ. നമ്മളിവിടെ ഇല്ല. അങ്ങനെ 75,000 രൂപയുടെ സമ്മാനം നമ്മുടെ ജൂപ്പിറ്ററിനെ തോപ്പിച്ച് നമ്മുടെ വീരസ് നേടിയിരിക്കുകയാണ്. സലാം മോളെ, സലാം. അതായത് ഇപ്പൊ നമ്മൾ ജയിച്ച് നമുക്ക് 75,000 രൂപയുടെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിരിക്കുകയാണ്. ഇനിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫിനാലെ റൗണ്ടിലേക്ക്. ഈ ഫിനാലെ റൗണ്ടിന് നമുക്ക് ലഭിക്കാൻ പോണ 1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. തിരിഞ്ഞു നോക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. കണ്ടോ, ഫ്രിഡ്ജ് എല്ലാം കൂടെ ഉണ്ടോ. പക്ഷെ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ റൗണ്ടിൽ ക്വിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ 25,000 രൂപയുടെ സമ്മാനമായിട്ട് വേണമെങ്കിൽ പോയി. 20,000 രൂപയുണ്ട്, 5,000 രൂപയുണ്ട്. അപ്പൊ അത് ചൂസ് ചെയ്യുന്നത് വീനസ് ആണെങ്കിലും ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം 20,000 രൂപ ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 5,000 രൂപ കിട്ടുള്ളൂ. പക്ഷേ വീനസിന് വേറൊരു എന്താ പറയുന്നത്, അതും ഒരു നമ്മൾ പറയുന്ന ഒരു ജാക്ക് പോട്ട് അല്ലെങ്കിൽ ഒരു ലക്കി ചാൻസ് ആണ്. അടുത്ത ലെവലിൽ മത്സരിച്ച് തോക്കുവാണെങ്കിലും വീനസിന് 35,000 രൂപ ഇവിടെ കിട്ടിയിരിക്കും. അതെന്തായാലും കൺഫേം ഷോട്ടാണ്. അടുത്ത ലെവലിൽ കളിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം നമ്മൾ പേടിച്ചു പോകുന്ന ആൾക്കാരല്ലല്ലോ. കളിക്കാം. അപ്പൊ ഓഡിയൻസ് നിങ്ങൾ ഉത്തരം പറയാൻ റെഡിയായിട്ടിരിക്കുകയല്ലേ? അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. പ്രേമപൂജ സീരിയലിൽ ആദിയുടെ തറവാടിന്റെ പേര് എന്ത്? അറിയാവുന്നവർ കൈബുക്കൂ. ചെമ്പകശ്ശേരി. ആരാണ്? എന്താണ് പറയാ? തോമസിന് ലഭിക്കുന്ന ഡീപ് പൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. കൈയടി കൊടുക്ക്. അതില്ല. ഭാവന സീരിയലിൽ ഭാവനയുടെ അമ്മായിയമ്മ ആരാണ്? ഇവിടെ വന്നിട്ട് പറയാം. ജയനിർമ്മല. കറക്റ്റ് ആൻസർ. സമാധാനായിട്ടിരുന്ന് ആൻസർ ഒക്കെ വരുന്നത് ചേച്ചി കൊടുക്കുക. ചേച്ചി ഫാം ഹൗസിന്റെ മിൽക്ക് ആൻഡ് കേർഡ്. അപ്പോൾ ഇനി ഓഡിയൻസിന് വീണ്ടും സമ്മാനം കൊടുക്കാനുള്ള സമയമായിട്ടുള്ളത്. ചേച്ചി എടുക്കട്ടെ. ചേച്ചി നേരത്തെ എടുത്തില്ലല്ലോ. ചേച്ചി കമോൺ, യു ടേക്ക് ഇറ്റ്. ഒരെണ്ണം. എന്താണ് പേരെന്താണ്? അജ്ര എന്ന് പറഞ്ഞാൽ മോന്റെ പേരെന്താ? ആഗ്രഹിനെ കിട്ടി. ആഗ്രഹിന്റെ അച്ഛനും വന്നാ. ഓ പിന്നെ 3 പേര് വരട്ടെ. കുട്ടികൾ വരൂ. ഇവർക്ക് സമ്മാനമായിട്ട് വണ്ടർലയിൽ പോകാനുള്ള ഒരു 2 കപ്പിൾ പാസ് ആണ്. കൈയടി കൊടുക്കും. ഒന്നും കൂടെ ഉണ്ട്. എന്ത് പേരാ? അതിഥി. പിള്ളേർക്ക് ഗിഫ്റ്റ്. ഉമ്മച്ചേച്ചി ഗിഫ്റ്റ് കൊടുത്തു. അതിഥി വരട്ടെ. അപ്പോ നമ്മുടെ ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഉണരാൻ 4 wish mattress for healthy sleep. അതെ, അതിഥിക്ക് അത് മെത്തയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഫിനാലയുടെ സെറ്റപ്പ് വന്നളിയാ. 1,05,000 രൂപയുടെ തോരണങ്ങളാണ് ഇവിടെ ഇങ്ങനെ പാറിപ്പറഞ്ഞ് കളിക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ഇത്ര വിലയുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ മത്സരം ഫിനാലെയാണ്. ഈ ഫിനാലെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 സെക്കൻഡ് സമയമാണ്. ഈ മത്സരം ചെയ്തു തീർക്കാനുള്ള സമയം. 60 സെക്കൻഡ്സിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ, ആർക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
നിങ്ങൾ രണ്ടുപേരും ജയിക്കില്ല കേട്ടോ. പക്ഷേ എന്നാലും വീനസിന് 35,000 രൂപയുടെ സമ്മാനം കിട്ടാനുള്ള അർഹത കാണും. ഓക്കെ, അപ്പൊ അവിടെ game- ആർദ്രയ്ക്കാണ് game പറ, ഗെയിം game. ചെയ്യാനുള്ളത്. ഗെയിം എന്താണെന്ന് പറഞ്ഞു തരാം. എന്താ ഒരു പ്ലേറ്റ് ഉണ്ട്, അവിടെ കുറച്ച് ബോൾസ് വരുന്നുണ്ട്. ഈ പ്ലേറ്റ് നിങ്ങൾ കടിച്ചു പിടിക്കുക. ഈ ബോള് നിങ്ങൾ ഇതിലിടുക. കടിച്ചു പിടിച്ചു, കൈ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഇപ്പുറത്ത് വരണം, പിന്നെ ഇവിടെ വരണം, സിക്സ് ആഗ് ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. അതുപോലെ അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് 6 പാക്കും വരും. അതെടുത്ത് അതിലിടണം. 60 സെക്കൻഡിൽ ഏറ്റവും കൂടുതലൊന്നുമില്ല, 5ഉം ഇവിടെ എത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾ ജയിക്കൂ. അപ്പൊ ആര് ആണ് ആദ്യം മത്സരിക്കാൻ പോണത്? വീനസ് അത് അല്ലേ? നമ്മൾ തീരുമാനിക്കും. വീനസ് ആര്? വീനസ് പറയുന്നു ആർദ്ര ആദ്യം മത്സരിച്ചോട്ടെ എന്ന്. ആർദ്ര, your time starts now. പോട്ടെ ആർദ്ര, പതുക്കെ അടിപൊളി, മതി, പോട്ടെ. പതുക്കെ, പതുക്കെ. Wonderful ആർദ്ര. പതുക്കെ ചെയ്താ Super മതി. ആർദ്ര. പതുക്കെ. ആർദ്രയാണ് കിടിലം. വിടണം, Very വിടണം, good, അത് കളഞ്ഞു, അത് കളഞ്ഞു. Yes, പോണം, സൂക്ഷിച്ചു പോണം, കളയരുത്. കൈയടിച്ചോളെ, come on, come on. Very good, very good. ആ പോയി, come on, സാരില്ല, സാരില്ല, സാരില്ല. സൂപ്പർ ആയിട്ട് പോ. റെഡി, റെഡി, പോട്ടെ, പോട്ടെ. കൈയടിച്ചു കൊടുത്തേ എല്ലാവരും നന്നായിട്ട്. Come on, come on, come on, ആർദ്ര, come on, come on, come on. ഹെഡ് അനക്കാതെ ഇതാ നിങ്ങളുടെ ഒരെണ്ണം എത്തിക്കുക ആർദ്ര. വെരി ഗുഡ്. അടിപൊളി. ഒന്നൂടെ പച്ച. സ്പോട്ട് ചെയ്ത് വാ. വെരി ഗുഡ്. അടിപൊളി, അടിപൊളി. ഇട്ടോ അതിനകത്തോട്ട്, ഇട്ടോ അതിനകത്തോട്ട്. അതിന് പകരം ഈ ബോൾ. സ്ലോലി പോയാൽ മതി 10, 9, ഓ സമയമില്ല. 8, ശ്ശേ. 7, 6, 5, ഓക്കെ 4, 3, 2, 1 and out. സാരമില്ല. വണ്ടർഫുൾ, വണ്ടർഫുൾ പെർഫോമൻസ് ആണ്. റെഡി അല്ലേ വീനസ്? And winners, your time starts now. Good attempt, good attempt, good attempt. ആ കുഴപ്പമില്ല, സാരമില്ല. ബാ ബാ ബാ, ഓടി വാ, ഓടി വാ. Very good, very good. ആ. വീനസ്, very good, very good try. നന്നായിട്ട് Very കൈ good അടിച്ചു try. കൊടുത്തേ വീനസിന്. Come on. അടിപൊളി. Come on, Venus. Come on. അടിപൊളി. Come on. വീനസ് പതുക്കെ, അവിടെ എത്തുമ്പോ പതുക്കെ ഇട്ടാ മതി, പതുക്കെ ഇട്ടാ മതി. ആ ഇനി ഇനി 2 ബോളോടെ ഉണ്ട്, 2 ബോളോടെ. 10, 9, 8, 7, 6, Very good, very good. Come on, come on, do 5, it. 4, 3, 2, 1, 0. Great, great, കേട്ടാ. 4 ബോൾ കൗണ്ട് ചെയ്തണം, 5 എണ്ണം ഇടണം. ആ 4 ബോൾ കൗണ്ട് ചെയ്തു. ആ കൗണ്ട് ചെയ്തു. അടിച്ച് കേറി വാ. വീനസ് ആയാലും ആർദ്ര ആയാലും ലാസ്റ്റ് ലെവലിൽ നമ്മുടെ 1,05,000 രൂപയിലേക്കുള്ള യാത്രയിൽ കിടിലമായിട്ടാണ് മത്സരിച്ചത്. ഒരു ചെറിയ പിഴവ് മാത്രമേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായുള്ളൂ. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോറ്റിരുന്നാലും 35,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീനസിന് നല്ലൊരു കൈയടി. വീനസിന് ലഭിക്കുന്നത് 35,000 രൂപ വിലമതിക്കുന്ന ഒരു സ്മാർട്ട് ടിവിയും ഒപ്പം തന്നെ ഒരു വാഷിംഗ് മെഷീനുമാണ്. Yes. അടിപൊളി. പ്രിയപ്പെട്ട വീനസിന് അടിച്ചു കയറിയവയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് നമ്മൾ സമ്മാനിക്കുകയാണ്. അടിപൊളി. ആർദ്രയ്ക്ക് ലഭിക്കുന്നു പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അടിപൊളി. ആർദ്ര, കൺഗ്രാറ്റുലേഷൻ. ശരിക്കും ഈ ഷോയുടെ ഒരു ചാം തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രേക്ഷകരും കേട്ടോ, കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരായാലും ശരിക്കും ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടിരുന്ന അല്ലെ കാണികളും, ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഓൾസോ തട്ടിനകം ബ്രദേഴ്സ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ 2 ദിവസം ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഹാപ്പി മൊമെന്റ് സമ്മാനിച്ച ആരെന്ന് ഞാൻ പറയട്ടെ. അളിയ അളിയന്റെ ഒപ്പം നല്ല കട്ടക്ക് ഡാൻസ് കളിച്ചൊരു അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേന്ദു ആൻഡ് ഉമ ചേച്ചി ഹാപ്പി മൊമെന്റ്സിന്റെ ആ ഗിഫ്റ്റ് ഹാമ്പർ ഗിരിജ ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചി എന്ന് ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഗിരിജ ചേച്ചി. എനർജറ്റിക് ആയിട്ടിരിക്കട്ടെ ഗിരിജ ചേച്ചിയെ കണ്ടു പഠിക്കട്ടെ യങ്സ്റ്റേഴ്സ് ഒക്കെ. അതുപോലെ ഗിരിജ ചേച്ചി അതിന്റെ അകത്ത് ഒരുപാട് ഹാപ്പിയുടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി നാട്ടുകാരത്തൊക്കെ പറയണം. ഓക്കെ, താങ്ക് യു. പൊളിയല്ലേ? ഓക്കെ, എല്ലാം ഞാൻ ശരിയായിക്കോളാം. താങ്ക് യു. സൂര്യ TV പ്രേക്ഷകരെ, നിങ്ങൾ ധൈര്യമായിട്ട് നാളെ വൈകുന്നേരം തൊട്ട് 6:30 ആകുമ്പോൾ ആ റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്ത് സൂര്യ TV സ്വിച്ച് ചെയ്ത് അങ്ങ് ഇരുന്നോളൂ. പെയ്തൊഴിയാതെ സീരിയലായിട്ട് ഇവർ രണ്ടുപേരും വരാൻ പോവാണ്. ഒരു KK രാജീവ് പരമ്പര. ഓക്കെ, നന്നായിട്ടുണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന, അതുപോലെ തന്നെ മക്കിറ്റോസ് കുഞ്ഞുടുപ്പുകൾ ആൻഡ് ഓൾസോ കെന്നഡി ടെക്സ്റ്റ് വേൾഡ് കോഴഞ്ചേരി നൽകുന്ന സമ്മാനങ്ങൾ കൊടുക്കുന്നു. കിടന്നുറങ്ങിക്കോളാം കേട്ടോ. സെറ്റിൽ പോയിട്ട് നന്നായിട്ട് ജോലി എടുക്കണം. ഇതാ
അപ്പൊ എന്താ അളിയാ അളിയ ശരിക്കും ലോയോള ക്യാമ്പസിൽ വരാൻ പറ്റിയതും അതുപോലെ തന്നെ തട്ടിലകം ബ്രദേഴ്സിന്റെ ഈ സൂപ്പർ സപ്പോർട്ടിനും എല്ലാം ഒരുപാട് ശരിക്കും നന്ദിയുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവരുടെ സപ്പോർട്ട് വാസ് Thank you so much, Loyola. You guys were fire. Tattinagam Brothers, you were fire. Thank you so much. അപ്പൊ പ്രിയപ്പെട്ട സൂര്യ ടി വി പ്രേക്ഷകരെ, ഞങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച പുതിയ സ്ഥലത്ത് പുതിയ കണ്ടസ്റ്റൻസും പുതിയ ഗസ്റ്റുകളും പുതിയ കുറെ പരിപാടികളായിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം സൂര്യ ടി വിയിൽ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ co-branded by KSFE ഹാർമണി ചിട്ടികൾ. ബാക്കി പറ. ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി Sosa!